പെറ്റ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു പെറ്റ് ഷോയാണ്. കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിൽ നടന്നൊരു പെറ്റ് ഷോയാട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബ്രൗണിക്കുട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒരു ചിറകും ഒരു ഉടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉടുപ്പ് റെഡ് കളറാണ്, നെറ്റ് വെച്ചിട്ട് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്താട്ടോ. ചിറക് നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് എൻ്റെ മോൻ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ഏത് കുട്ടികൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന കേട്ടോ. അവരുടെ പെറ്റ്സിനെ കൊണ്ടുവന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരു കോഴി ഉണ്ടായിരുന്നു, അതിനൊരു ഉടുപ്പൊക്കെ ഇടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു. പിന്നെ ഒരു തവള, അവരുടെ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അങ്ങനെ ഷിറ്റ്സു തന്നെ പല വെറൈറ്റിയും ഉണ്ടായിരുന്നു. ബ്രൗണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട്. പിന്നെ വലിയ ഡോഗ് ഉണ്ടായിരുന്നു, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പിന്നെ റോംസ് ആൻഡ് റാക്കിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അവർ പൂഡിൽ ഷിറ്റ്സു പിന്നെ വലിയ ഡോഗ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓന്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓന്ത് ഒരു വെറൈറ്റി ഓന്താണ്. എല്ലാവരും അതിനെയൊക്കെ എടുത്ത് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സ്കിന്നൊക്കെ ഭയങ്കര റഫാണ്. പിന്നെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ കിളികൾ, ലവ് ബേർഡ്സ്, മുയൽ, തത്തമ്മ, പ്രാവ് അങ്ങനെയൊക്കെ രസമായിരുന്നു. അപ്പോൾ ഓരോ കാറ്റഗറി തിരിച്ചായിരുന്നു കേട്ടോ പ്രൈസൊക്കെ. കിളികളുടെ സെക്ഷൻ, പൂച്ചകളുടെ സെക്ഷൻ, പിന്നെ ഡോഗ്സിൻ്റെ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഡോഗാണ്, ബ്ലാക്കി. നാടനാണ്, പക്ഷേ കണ്ട അങ്ങനെ തോന്നത്തില്ല. അടിപൊളി ഒരു ലുക്കൊക്കെ ഉണ്ട് ബ്ലാക്കിക്ക്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ വീട്ടിലെ ഡോഗാണ്, മിക്കി എന്നാണ് പേര്. മിക്കീനെ അഡോപ്റ്റ് ചെയ്ത കേട്ടോ, തെരുവിൽ നിന്ന് എടുത്ത് അങ്ങനെ അവർ വളർത്തുന്ന ഒരു ഡോഗാണ്. പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ മാമാണ്, ബെലിൻഡ മാം. ഭയങ്കര ലവിങ് ആണ് മാം. ഇങ്ങനെ എല്ലാ പെറ്റ്സിനെ കാണാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ അതേ കോഴിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ലീഷും ഒരു ഉടുപ്പൊക്കെ ഇടിച്ച് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഡോഗാണ്. ആള് ഇങ്ങനെ എല്ലാവരെയും കണ്ടപ്പോഴത്തേക്ക് ഇത്തിരി ഇങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിച്ചിരിക്കുമ്പോൾ നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കടിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ആരും ഉപദ്രവകാരികളോ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒരു സ്കൂളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പെറ്റ് ഷോ നടക്കുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു, കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ബ്രൗണീനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈരി കൊടുത്തില്ലെങ്കിൽ അവൻ ആ മുടിയൊക്കെ ഇതാക്കും, അലങ്കോലാക്കും. പിന്നെ ക്ലിപ്പ് കുത്തുന്നതൊന്നും അവന് ഇഷ്ടമല്ല. ഇവിടെ എന്തോരം ബോയും ഒക്കെയാണ്, അവൻ വെക്കില്ല. അവനിങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ അനക്കി അതൊക്കെ കളയും. പിന്നെ ഇതൊരു ലാബാണ്, പക്ഷെ നല്ല തലയെടുപ്പുള്ള ഒരു ലാബ്. നല്ല രസമുണ്ട് കാണാൻ. എനിക്കിങ്ങനെ ഡോഗ്സിൻ്റെ ബ്രീഡൊന്നും പെട്ടെന്ന് അറിയില്ല, വളരെ ചുരുക്കം ബ്രീഡൊക്കെ എനിക്ക് പേരൊക്കെ അറിയത്തുള്ളൂ. ഇത് ബ്രൗണിക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി. ബ്രൗണിക്ക് ഇഷ്ടപ്പെട്ടു, വന്നിട്ട് അതിന് വിടുന്നുണ്ടായില്ല. അതാണെങ്കിൽ പേടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. എന്താ പറയുക, പെറ്റ്സിനെ നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരു 100 ഇരട്ടി സ്നേഹം തിരിച്ച് അവർ ഇങ്ങോട്ട് തരുമെന്ന് പറയുന്നത് സത്യമുള്ള കാര്യം കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെറ്റിനെ വളർത്തി കഴിഞ്ഞാൽ അതൊരു 99% കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പെറ്റ്സ് ഉള്ളവർക്ക് അറിയാൻ പറ്റും ആ ഒരു ഇത്. ബ്രൗണി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓടി നടക്കും കേട്ടോ. അപ്പം എന്താ പറയുക, അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഫാഷൻ ഷോ കോമ്പറ്റീഷൻസൊക്കെ തുടങ്ങാറായി. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മാം ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സ്കിൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറയണം. പിന്നെ അവരെ കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കാനുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കണം. ഈ ഉടുപ്പ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ സ്കിൽസ് ഉണ്ടോ, പിന്നെ പേര്, പിന്നെ അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ചെയ്യിപ്പിക്കാം. ഓടിക്കുകയൊക്കെ ചെയ്തു അലൻ. പിന്നെ ഇതെൻ്റെ ബ്രൗണിക്കുട്ടനാണ്. അവനിങ്ങനെ ബോളൊക്കെ വെച്ചിട്ട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾ ബോൾ കൊണ്ടുവന്നിട്ടുണ്ടായില്ല. പക്ഷെ എന്നാലും ഞങ്ങളുടെ ബ്രൗണിക്കുട്ടന് സെക്കൻഡ് പ്രൈസ് കിട്ടി. അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷമായി. നമ്മുടെ മക്കൾക്ക് ഒരു പ്രൈസ് കിട്ടുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ഭയങ്കര ഹാപ്പിനെസ്സായിരുന്നു ബ്രൗണിക്കുട്ടനും പ്രൈസ് കിട്ടിയപ്പോൾ. ഇവനും എൻ്റെ മോൻ തന്നെയാണ് കേട്ടോ. അത്രയും ലവിങ് ആണ് അവൻ. എനിക്ക് കണ്ടാൽ മനസ്സിലാവും. അവൻ ആരും ഒന്നും ചെയ്യത്തില്ല. അവനെ അങ്ങോട്ട് ചെയ്താൽ കൂടി അവനൊന്നും ചെയ്യത്തില്ല. ഈ ഡോഗായിട്ട് അവൻ ഭയങ്കര കമ്പനിയായി. അതിനെ ഓടിച്ചിട്ട് പുറകെ നടക്കുവാണ്. പക്ഷെ അതിന് ഭയങ്കര പേടി. ഇവൻ പുറകെ വന്നാണ്ടിട്ട് അതിൻ്റെ അമ്മയടുത്ത് ഇങ്ങനെ അള്ളി പിടിച്ച് ഇങ്ങനെ കയറി നിൽക്കുവാണ്. ഇങ്ങനെ ബ്രൗണി എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ട്.
രസമായിരുന്നു. അങ്ങനെ ദേ ബ്രൗണിക്കുട്ടിനും കിട്ടി സെക്കൻഡ് പ്രൈസ്, ട്രോഫി കിട്ടി, പിന്നെ ഗിഫ്റ്റ് കൂപ്പൺ, അങ്ങനെ ഡിസ്കൗണ്ട് കൂപ്പണൊക്കെ കിട്ടി കുറേ റോംസ് ആൻഡ് റാക്കിൻ്റെ വകയായിട്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പിയായി, സ്റ്റാറായിട്ട് ഇങ്ങനെ നടക്കുവാണ് ആൾ. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യാതെ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം എന്താ പറയുക, പെറ്റ്സൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ബ്രീഡാണ് നിങ്ങൾ വളർത്തുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. രസമല്ലേ ഇതൊക്കെ. ബ്രൗണിക്ക് ഇപ്പോൾ ആദ്യം വന്നപ്പോൾ ഒരു ഇതായിരുന്നു, ഇപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടപ്പം ഭയങ്കര സന്തോഷമായിട്ട് ആളിങ്ങനെ ഓടി നടക്കും. അതേ ഓടി ഓടി ഒരു വലിയ ഡോഗിൻ്റെ അടുത്ത് ചെന്നു. ഞങ്ങൾ ഭാഗ്യത്തിന് മാറ്റി. പക്ഷെ അവരൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭീകരമായിട്ടൊക്കെ തോന്നും. പക്ഷെ അവർ ട്രെയിൻ ചെയ്യിപ്പിച്ചു കൊണ്ടുവന്ന് ഡോഗ്സ് ആയതുകൊണ്ട് അവരൊന്നും ചെയ്യത്തൊന്നുമില്ല. പിന്നെ അവരുടെ ഓണേഴ്സൊക്കെ തൊട്ടടുത്തൊക്കെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പാമ്പുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, മിസ്സായിപ്പോയി. ഇത് കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ബ്രൗണിയുടെ ചുറ്റും ഇങ്ങനെ ഇരിക്കും കേട്ടോ. ബ്രൗണിയുടെ അടുത്ത് തന്നെയല്ല, എല്ലാ ഡോഗ്സിനെയും കുട്ടികൾക്ക് ഭയങ്കര കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.